എന്തെങ്കിലും വേണോ സാർ? വേണ്ട. ചേച്ചിക്ക് എന്തെങ്കിലും വേണമായിരിക്കും. വേണ്ട, താൻ ശല്യം ഉണ്ടാക്കാൻ പോണം മിസ്റ്റർ. कुछ क्या नहीं. പോനാൾ പോകട്ടും പോടാ. Oh, I'm sorry. ഇയാൾ എവിടുന്നാ കയറി വന്നത്? ഫൂൾ. പാവം, അറിയാതെ ഇതുവഴി വന്നുപോയതായിരിക്കും. ഹേയ്, മനഃപൂർവ്വം ഉപദ്രവിക്കാൻ കയറി വന്നതാ? അല്ലല്ല, കണ്ടിട്ട് നല്ല മനുഷ്യനാണെന്ന് തോന്നുന്നു. ആ, നിനക്ക് ഞാനൊഴികെ എല്ലാവരും നല്ലവരല്ലേ? ആഹാ. എത്ര ദിവസം ക്യാമ്പുണ്ട്? തീരുമാനിച്ചില്ല, കുറെ ദിവസം ഉണ്ടാവും. തൊഴാനൊന്നും വരുമല്ലോ. ആ, ആരാണ് അദ്ദേഹം? ആ, എനിക്കെങ്ങനെ അറിയാം? ആരോ വലിയ ഒരാളാണെന്ന് തോന്നല്ലേ ഇതില്ല? അന്വേഷിച്ചിട്ട് എന്താ കാര്യം? അദ്ദേഹത്തെ കണ്ട എന്റെ അനിയത്തി ശ്രീമോളുടെ പ്രിൻസിപ്പലിനെ പോലുണ്ട്. നിനക്ക് എപ്പോഴും ഉണ്ട് ഒരു പപ്പയും രണ്ടാനമ്മയും ശ്രീമോളും. ഇനി നീ അതൊന്നും പറഞ്ഞിട്ടില്ല. നോക്കൂ, ദില്ലൻ എത്ര വേഗമാണ് കോപം വരുന്നത്. നീ എന്തെങ്കിലും പറയുമ്പോ ഞാൻ കോപിക്കാറുണ്ടോ? ഞാൻ എന്തെങ്കിലും ഇതുപോലെ പറയാറുണ്ടോ ബന്ധുക്കളെ പറ്റി? ഞാൻ അനാഥനല്ലേ? അനാഥാലയത്തിൽ വളർന്നു, പഠിച്ചു. ഇപ്പോ അവിടെ ഒന്നും പുറത്തായി. എനിക്കാരുമില്ല. ഞാനില്ലേ? ഏയ്, ഞാൻ ഇനി മറ്റാരെ പറ്റിയും പറയില്ല, എന്റെ ദില്ലനെ പറ്റിയല്ലാതെ. തീർച്ച.
അമ്പലത്തിലേക്കാ? അല്ല, എന്താ ദൈവവിശ്വാസം ഇല്ലേ? അങ്ങനെയൊന്നുമില്ല. പ്രസാദം എടുത്തോളൂ. താങ്ക്സ്. പോകാം. നല്ല ഇളനീര് ഞാൻ പോയി രണ്ടെണ്ണം വാങ്ങിച്ചോണ്ട് വരാം. ആയിക്കോട്ടെ. സിന്ധു, സിന്ധു, അയാൾ എന്തിനെങ്കിലും നോക്കി നിൽക്കുന്നത്? എപ്പോഴും നമ്മളെ പിന്തുടരുന്നത്? നാം എന്തിനാ അദ്ദേഹത്തെ ശ്രദ്ധിക്കുന്നത്? ശ്രദ്ധിക്കുന്നുണ്ടെന്ന് ആര് പറഞ്ഞു? എങ്കിൽ അദ്ദേഹം നമ്മെ ശ്രദ്ധിക്കുന്നില്ലെന്ന് കരുതിയാൽ മതി. വരുന്നില്ല. അയ്യോ അയ്യോ രാമേട്ട, ആ കുട്ടികൾ മനസ്സിൽ തന്നെ തങ്ങി നിൽക്കുന്നു. എവിടെയോ വെച്ച് കണ്ടിട്ടുള്ളത് പോലെ, എന്തോ അടുപ്പമുള്ളതുപോലെ. നല്ല കുട്ടികൾ. എങ്ങും വെച്ച് കണ്ടിട്ടുമില്ല, ഒരടുപ്പവുമില്ല. സ്വന്തം മനസ്സിലൊരു കുട്ടിയുണ്ട്. താൻ സ്വയം കുട്ടിയാണ് താനും. പറഞ്ഞാൽ അതൊട്ട് സമ്മതിച്ചു തരികയുമില്ല. രാമേട്ടന്റെ കണ്ണിൽ ഞാൻ എന്നും കുട്ടിയായിരിക്കും. പക്ഷേ ഒരു പക്ഷേമില്ല, കൂട്ടിനൊരാളുണ്ടാവുക. അപ്പോഴേ കുട്ടികളോടുള്ള ബന്ധം എന്താന്ന് മനസ്സിലാവൂ. എന്നിട്ട് ഈ രാമേട്ടനെ കാശിക്ക് പോകാൻ അനുവദിക്കുക. രാമേട്ടൻ പൊയ്ക്കോളൂ കാശിക്ക്. കുഞ്ഞിനെ ഇവിടെ ഒറ്റയ്ക്കാക്കി കിട്ടും. അത് പറ്റില്ല. കാശി പോയാലും എനിക്ക് മോക്ഷം കിട്ടില്ല. അത്ര വലിയ ദുഃഖമാണെങ്കിൽ നീ പൊയ്ക്കോ. വിടു തന്നെ. എന്നോട് സ്നേഹമില്ലായിരുന്നെങ്കിൽ പിന്നെ എന്തിനിറങ്ങി തിരിച്ചു? ദിലീപ്, സ്നേഹമില്ലഞ്ഞിട്ടാണോ ദിലീപ്? ശ്രീമോളെ ഓർത്തപ്പോൾ ഞാൻ അറിയാതെ കരഞ്ഞുപോയി. നിനക്കെപ്പോഴും ശ്രീമോളെ പറ്റിയും നിന്റെ വീടിനെ പറ്റിയും മാത്രമല്ലേ ഓർക്കാനുള്ളൂ? കടപ്പുറത്ത് കുട്ടികൾ മണ്ണുവാരി കളിക്കുന്ന കൂട്ടത്തിൽ ഞാൻ എന്റെ ശ്രീമോളെ പോലെ ഒരു കുഞ്ഞിനെ കണ്ടു. എന്റെ രണ്ടാനമ്മയുടെ മകളാണെങ്കിലും അവൾക്ക് എന്നെ എന്തിഷ്ടമാണെന്നോ. അതെ ഞാനും പറഞ്ഞുള്ളൂ. നിന്റെ ചിന്ത മുഴുവൻ ഇപ്പോഴും നിന്റെ വീട്ടിനെ കുറിച്ചാണ്. ഞാൻ നിനക്ക് ആരുമല്ലല്ലോ, ഒരനാഥൻ. ഒരു തമാശയ്ക്ക് കൂടെ ഓടിപ്പോകാൻ കിട്ടിയ വെറും. ദിലീപ്, നീ എന്റെ എല്ലാം എല്ലാമാണ്. നിനക്ക് തോന്നുമ്പോ മാത്രം. അല്ലാത്തപ്പോക്കെ നിന്റെ മനസ്സ് നിറയെ നിന്റെ ബന്ധുക്കളാണ്. എനിക്കറിയാം, ഒരു ദിവസം നീ എന്നെ വിട്ടുപോകും. ഇല്ലതില്ല, ഇല്ല. വേണ്ട, നീ എന്നെ ചതിക്കും. ആരുമില്ലാത്ത എനിക്ക് അന്നത് താങ്ങാൻ പറ്റിയില്ല എന്ന് വരും. ദിലീപ്, വിട. ദിലീപ്, ദിലീപ്, കഥ തുറക്കൂ. ദിലീപ്, എന്റെ ദില്ലനല്ലേ? പ്ലീസ് കഥ തുറക്കൂ. കഥ തുറക്കൂ, കഥ തുറക്കൂ. ദില്ല, കഥ തുറക്കൂ. ദില്ല,
എന്റെ മുറി അപ്പുറത്താണ്. മുറി മാറി കയറിയതാണ്. സോറി. വണ്ടർഫുൾ. അവനെ ഞാൻ സമ്മതിച്ചിരിക്കുന്നു. Come on, baby. Relax. In the darkness, so much I want Open the door. Come on, darling. Open the door. No. Come on. Bro! Oh, rascal! സിന്ധു, തന്നെ പോലീസിനെ ഏൽപ്പിക്കേണ്ടത്. എന്താ സിന്ധു? എനിക്കും മുറി തെറ്റിപ്പോയി. ഇയാൾ ഇയാളുടെ കാര്യം ഞങ്ങൾ ഏറ്റു സർ. മിസ്സസ് വല്ലാതെ ഭയന്നിരിക്കാം. മുറിയിലേക്ക് കൂട്ടിക്കൊണ്ടു പോകും. സോറി ഫോർ ദി ഇൻകൺവീനിയൻസ്. നിങ്ങളെപ്പോലുള്ള ആവാസന്മാർക്ക് താമസിക്കാനുള്ളതല്ല ഈ ഹോട്ടൽ. വെക്കേറ്റ് റൂം ഇമ്മീഡിയറ്റ്ലി. വേറെ ഇയാളുടെ സ്ഥാപനം പുറത്തു നടക്കൂ. കരയാതെ മോളെ, എല്ലാത്തിനും കാരണക്കാരൻ ഞാനാണ്. ഐ എം സോ സോറി. മോളെനിക്ക് മാപ്പ് തരണം. ഇനി ഒരിക്കലും നിന്നെ വിട്ട് ഞാൻ പോവില്ല. ദിലീപ്, എന്റെ ദിലീപ്. ഭഗവാനെ സർവശക്ത, സർ, അങ്ങയെ കണ്ട് നന്ദി പോലും പറഞ്ഞില്ല. എന്തിന്? അങ്ങ് വന്നില്ലായിരുന്നെങ്കിൽ. ഓഹോ, അതാണ്. പോലീസ് ജീവിതം മറന്നിരിക്കുകയായിരുന്നു. അത് ഓർക്കാൻ ഒരു അവസരം നിങ്ങൾ ഉണ്ടാക്കി തന്നു. അതിന് ഞാൻ വേണം അങ്ങോട്ട് നന്ദി പറയാൻ. പിന്നെ ഒരു കാര്യം, ഇനി റൂം നമ്പറൊക്കെ ശരിക്കും നോക്കിയിട്ട് വേണം മുറിക്കകത്തേക്ക് കയറിച്ചില്ല. അയ്യോ അയ്യോ അയ്യോ. ചുമ്മാ ഇരിടും. അമ്മാവനോ? ബ്യൂട്ടിഫുൾ ലേഡീസ്, പ്രകൃതി രമണീയം. എന്റെ ഒരു പ്രകൃതി. നോട്ട് ദിസ് കേരള പ്രകൃതി അമ്മാവ, ഫോറിൻ പ്രകൃതി. വണ്ടർഫുൾ, വെരി വണ്ടർഫുൾ. നോക്കണം. നീ പോക്കാ പോണാർന്നു. കിഴവൻ, ഓൾഡ് മാൻ, നോ സെക്സ് അപ്പീൽ. ഇതിൽ വീണാൽ എനിക്ക് തല കറങ്ങുന്നു. സിന്ധു, വിവാഹം സ്വർഗത്തിലാണത്രേ. നമുക്കിതിൽ ചാടി ആത്മഹത്യ ചെയ്യാം. വരുന്നില്ല, നമുക്ക് പോകാം. എനിക്ക് പേടിയാവുന്നു. എന്ത് പേടിക്കാൻ? ജീവിച്ചാലും മരിച്ചാലും ഒരുമിച്ച് വേണമെന്നല്ലേ നീ പറയാറുള്ളത്? അതിന് നമുക്ക് ഈ ആഴത്തിലേക്ക് ചാടാം, ഒരുമിച്ച് മരിക്കാം. നിനക്കെന്താ ഭ്രാന്തുണ്ടോ? നീയല്ലേ പറയാറുള്ളത് എനിക്ക് വേണ്ടി മരിക്കാൻ നീ തയ്യാറാണെന്ന്? അതിനിപ്പോ എന്തുണ്ടായി? അപ്പോ പറഞ്ഞതൊക്കെ വെറുതെ ആയിരുന്നു അല്ലേ? അല്ല, ഇപ്പൊ നിനക്ക് വേണ്ടി ജീവിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. മരിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. നീ തയ്യാറാണോ? ഇല്ല. ഞാൻ പറഞ്ഞാൽ എന്തിനിങ്ങനെ പറയുന്നു? എന്തിനാവട്ടെ, ഞാൻ പറഞ്ഞാൽ നീ കേൾക്കുമോ ഇല്ലയോ? കേൾക്കേണ്ടത് പറഞ്ഞാൽ കേൾക്കും, ഇല്ലെങ്കിലില്ല. ശരിയെന്നൊരു വാക്ക് പോലും പറയാൻ നീ തയ്യാറല്ല അല്ലേ? എന്തു പറ്റി നിന്റെ തലയ്ക്ക്? ഭ്രാന്ത്, നീ പിടിപ്പിച്ച ഭ്രാന്ത്. നീ എനിക്ക് വേണ്ടി മരിക്കണ്ട, ഞാൻ എവിടെയെങ്കിലും പോയി ചത്തോളാം.
സിന്ധു സിന്ധു